നമസ്കാരം. ഇന്നത്തെ ഇതിഹാസവാചകളുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നിട്ട് ഇവർ മൂന്നുപേരും കൂടി ഇറങ്ങുകയാണ്. അപ്പോൾ സുമന്ത്രനാണ് ഇവരെ കൊണ്ടുപോകുന്ന രഥത്തിൽ കൊണ്ടുപോവാണ്. അപ്പോൾ നാട്ടുകാർ മുഴുവൻ പോവുകയാണ്, തടഞ്ഞു നിർത്തുന്നുണ്ട് രാമനെ, പോവരുതെന്ന് പറഞ്ഞപ്പോൾ രാമൻ പറയാണ്, ഇല്ല, ഇതാണ് എൻ്റെ കർമ്മം, പോയേ പറ്റുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ അവർ പോവുകയാണ്, നാട്ടുകാരും കൂടെ പോവുകയാണ്. ദശരഥൻ കുഴഞ്ഞു വീഴുകയാണ് ശ്രീരാമൻ ഇറങ്ങി പോകുന്നത് കാണുമ്പോൾ. അങ്ങനെ ശ്രീരാമനും ലക്ഷ്മണനും സീതയും സുമന്ത്രനും നാട്ടുകാരും കൂടി പോയി കുറേ ദൂരം എത്തിക്കഴിഞ്ഞ് അന്ന് വഴിയിൽ അവർ നിർത്തുമ്പോൾ നിഷാദങ്ങളുടെ സ്ഥലത്താണ് അവർ നിർത്തുന്നത്. അതിൻ്റെ നേതാവായ ഗുഹൻ അവരെ ഓടി വന്ന് ആനയിച്ചകത്ത് കൊണ്ടുവരികയാണ്. എന്നിട്ട് ഗുഹൻ്റെ സ്ഥലത്ത് അവരെ താമസിപ്പിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മണൻ മാത്രം ഉറങ്ങുന്നില്ല. ലക്ഷ്മണൻ പ്രാർത്ഥിച്ച് നിദ്രാദേവിയെ പ്രത്യക്ഷപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയുകയാണ്, എനിക്ക് ഈ 14 വർഷം നിദ്ര പാടില്ല, ഞാൻ ഉറങ്ങാൻ പാടില്ല, അവിടുന്ന് എന്നെ സഹായിക്കണം എന്ന് പറയാണ് നിദ്രാദേവിയോട്. രാത്രി ദേവി എന്ന് വേറൊരു പേരുണ്ട്, രാത്രിയാണ് നിദ്രാദേവി. അപ്പോൾ നിദ്ര പറയാണ്, ഒരു വഴിയുണ്ട്, നിന്റെ ഈ ഉറക്കം വേറൊരാളെ ഏറ്റെടുത്താൽ മതി, അങ്ങനെയാണെങ്കിൽ നിനക്ക് 14 വർഷം സുഖമായിട്ട് ഉറങ്ങാണ്ട് ഏട്ടൻ്റെ ഇടത്തിയുടെയും കാര്യം നോക്കാം. പക്ഷെ 14 വർഷം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ നീ ഈ നിദ്ര തിരിച്ചെടുക്കണം, ആ ആളുടെയും തിരിച്ചെടുക്കണം എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ആരാ ഉള്ളതെന്ന് ചോദിക്കാം. അപ്പോൾ ലക്ഷ്മണൻ പറയാം, എൻ്റെ ഭാര്യ ഊർമിള അതിനെ സമ്മതിക്കും, അവിടുന്ന് പോയി ഊർമിളയോട് ചോദിക്കാൻ പറയാണ്. അങ്ങനെ നിദ്ര എന്ന് ഊർമിളയെടുത്ത് ചോദിക്കുകയാണ്. ഊർമിള വളരെ സന്തോഷത്തോടെയാണ് ഈ കർമ്മം ഏറ്റെടുക്കുന്നത്. അങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 14 വർഷം രാവും പകലും ഊർമിള ഉറങ്ങി എന്നാണ് പറയുന്നത്. ശ്രീരാമനും ലക്ഷ്മണനും സീതയും തിരിച്ച് അയോധ്യയിലേക്ക് എത്തുന്നവരെ ഊർമിള ഉറക്കമായിരുന്നു എന്നാണ് പറയുന്നത്. എത്തിക്കഴിഞ്ഞ ഉടനെ തന്നെ ലക്ഷ്മണൻ ഉറങ്ങാൻ പോയി, ഊർമിള എണീറ്റു എന്നാണ് പറയുന്നത്. അങ്ങനെ രാമായണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ലക്ഷ്മണൻ ഉറക്കമില്ലാണ്ട് ഏട്ടനെ ഏടത്തെയും സേവിച്ചത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഇവർ നേരത്തെ എണീറ്റു. സുമന്ത്രനോട് പറയാണ്, നാട്ടുകാരെന്ന് പറയേണ്ട, നമുക്ക് വേറെ വഴി കൂടി പോവാം എന്ന് പറയാണ്. അപ്പോൾ കാരണം ഇവരെയും കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ, ഈ കാട്ടിലേക്കൊക്കെ എല്ലാവരെയും കൊണ്ട് പോകാൻ പറ്റില്ല, വനവാസത്തിനല്ലേ പോകുന്നത്. അങ്ങനെ സുമന്ത്രൻ വേറെ വഴിക്ക് കൊണ്ടുപോവാണ്. എണീക്കുമ്പോൾ ആൾക്കാർക്കെല്ലാം വിഷമാവും, അവരെ വിട്ടിട്ട് രാമൻ പോയി എന്നുള്ളവർക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ പോയി ഇവർ ശ്രീരാമനും ലക്ഷ്മണനും സീതയും സുമന്ത്രനും കൂടി ഗംഗയുടെ അടുത്ത് എത്തുകയാണ്. ഗംഗയുടെ തീരത്ത് എത്തി അവിടെ തങ്ങുകയാണ്. അതിന് പിറ്റേ ദിവസം അവർ പോയി നേരെ അവർ ചെല്ലുന്നത് പ്രയാഗിലാണ്. അതായത് ഗംഗയിലേക്ക് യമുന വന്ന് ചേരുന്ന സ്ഥലമാണ് പ്രയാഗ്. അവിടെ ചെല്ലുമ്പോൾ ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലാണ് ചെല്ലുന്നത്. അപ്പോൾ ഭരദ്വാജൻ പറയുകയാണ്, ഇവിടെ നിന്നോളൂ എന്ന് പറയാം. ഇവിടെ നിൽക്കാൻ പറ്റില്ല, എൻ്റെ നാട്ടുകാരെന്നെ അന്വേഷിച്ച് വരും, ഇവിടെ ഞങ്ങൾ നിൽക്കുന്നില്ല, ഞങ്ങൾക്ക് ഇന്നൊരു ദിവസം ഇവിടെ തങ്ങിയാൽ മതി, ഞങ്ങൾ ഇവിടെ നിന്ന് പൊക്കോളാം, ആരും അറിയാതെ താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഏതാന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും, ചിത്രകൂടം, അതാണ് ഏറ്റവും പറ്റിയ സ്ഥലം, ആരും അറിയാണ്ട് താമസിക്കാൻ എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ പിറ്റേ ദിവസമായി സുമന്ത്രനോട് ശ്രീരാമൻ പറയാണ്, ഇനി തിരിച്ചു പൊക്കോളാൻ പറയാം, അച്ഛനോടും അമ്മയോടും അമ്മമാരോടും ഒക്കെ എൻ്റെ നമസ്കാരം പറയണം, എല്ലാവരോടും സന്തോഷമായിട്ടിരിക്കാൻ പറയണം, ഞങ്ങൾക്കൊന്നും പറ്റില്ല, ഞങ്ങൾ സന്തോഷത്തോടെ ഇവിടെ ജീവിക്കുന്നു പറയണം, ഭരതനോട് നന്നായിട്ട് രാജ്യം നോക്കാൻ പറയണം, ധർമ്മം വിടാതെ ജീവിക്കാൻ പറയണം എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് സുമന്ത്രനെ വിടുകയാണ്. അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോൾ ദശരഥൻ 2 ദിവസമായിട്ട് ഊണില്ല ഉറക്കമില്ലാതിരിക്കുകയാണ്. ദശരഥൻ കൈകേയെടുത്ത് പറയും, എനിക്ക് നിന്നെ ഇനി കാണണ്ടെന്ന് പറയാണ് കൈകേയെടുത്ത്. കാരണം കൈകേയി കാരണമാണല്ലോ പുത്രം പോയത്. ഇപ്പോൾ ഏത് നേരവും രാമ എന്ന് വിളിച്ചിരിക്കുകയാണ് ദശരഥൻ. എന്നിട്ട് കൗസല്യയുടെ അടുത്തിരുന്ന് കരയുകയാണ്. അപ്പോൾ കൗസല്യ പറയും, അങ്ങ് കാരണമല്ലേ എൻ്റെ കുഞ്ഞ് പോയത്, അവനെ രാജാവാക്കിയില്ലെങ്കിലും ഇവിടുത്തെ ഒരു ജോലിക്കാരനായിട്ട് നിർത്താറുന്നില്ലേ, എൻ്റെ കുഞ്ഞിനെ എനിക്ക് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, ഇപ്പം അങ്ങ് കാരണം ഇങ്ങനെ ആയില്ലേ എന്ന് പറയാം. അപ്പോൾ കൗസല്യയോട് ക്ഷമ ചോദിക്കുകയാണ് ദശരഥൻ ചെയ്ത തെറ്റിന്. അപ്പോൾ എന്നും നിനക്ക് ഇത്ര സ്നേഹം ഉണ്ടായിട്ടും ഞാൻ നിന്നോട് അത്രയും സ്നേഹം കാണിച്ചിട്ടില്ല, കൈകേയിക്കാണ് ഞാൻ എന്നും മുൻഗണന കൊടുത്തിരുന്നത്, എന്നോട് നീ ക്ഷമിക്കണം എന്ന് പറയുകയാണ്. കൗസല്യ പറയാം, അങ്ങ് ക്ഷമയൊന്നും ചോദിക്കണ്ട, എനിക്കതൊന്നും അല്ല പ്രശ്നം, എൻ്റെ കുഞ്ഞ് പോയതാണ് ഏറ്റവും വലിയ സങ്കടം എന്ന് പറയാണ്. എന്നിട്ട് ദശരഥൻ കരയുമ്പോൾ കൗസല്യ തന്നെ സമാധാനിപ്പിച്ച് കിടത്തുകയാണ് ദശരഥനെ. കൗസല്യ വിഷമിച്ചിരിക്കുമ്പോൾ സുമിത്ര വന്ന് പറയാണ്, എഴത്തി വിഷമിക്കണ്ട, ഒരു കാരണവശാലും രാമനും സീതയ്ക്കും ഒന്നും പറ്റില്ല, കാരണം ലക്ഷ്മണനുണ്ട് കൂടെ, അതുകൂടാതെ രാമന് അസ്ത്രശസ്ത്ര വിദ്യകൾ അറിയാം, ആർക്കും രാമനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, സീതയ്ക്കും പേടിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല എന്ന് പറയാണ്. എന്നിട്ട് പിറ്റേ ദിവസം സുമന്ത്രൻ എത്തിക്കഴിയുമ്പോൾ ദശരഥ ചോദിക്കുകയാണ്, എൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിക്കപ്പോൾ ലക്ഷ്മണന് ദേഷ്യമായിട്ടിരിക്കുകയാണ്, അച്ഛൻ തെറ്റ് കാണിച്ചു എന്ന് പറഞ്ഞ ദേഷ്യമാണ്. ശ്രീരാമൻ ഇപ്പോഴും പറയുന്നത് അച്ഛനോടും അമ്മയോടും അമ്മമാരോടും എല്ലാവരോടും നമസ്കാരം പറയണം എന്നാണ്, ഭരതനോട് രാജ്യം നന്നായിട്ട് നോക്കണം എന്നാണ് ശ്രീരാമൻ പറയുന്നത്, ധർമ്മം വെടിയരുതെന്നാണ് പറയുന്നത്.
സീത പക്ഷെ ഒന്നും മിണ്ടാതെ ശാന്തയായിട്ടാണ് ഇരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ദശരഥൻ വീണ്ടും കരയുകയാണ്. ദശരഥൻ പറയാ, പാവം സീത എന്തൊരു നിഷ്കളങ്കയാണ്, ഇതുവരെ ഇങ്ങനത്തെ ഒരു ജീവിതം അറിഞ്ഞിട്ടില്ല, അവർക്കും ഞാൻ കാരണം ബുദ്ധിമുട്ടായില്ലേ, ജനകനോട് ഞാൻ എന്ത് പറയുന്നു ചോദിക്കുകയാണ് ദശരഥൻ. എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും പോയി, എനിക്ക് രണ്ടുപേരെ ഇനി കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഞാൻ കണ്ണടയ്ക്കുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ രാമനെയും കാണാൻ പറ്റും തോന്നണില്ല എന്ന് പറയുകയാണ് ദശരഥൻ. അങ്ങനെ കരഞ്ഞ് അദ്ദേഹം കിടന്ന് ഉറങ്ങുകയാണ്. ഉറങ്ങി ഉറക്കത്തിൽ എണീറ്റിട്ട് നോക്കുമ്പോൾ അടുത്ത് കൗസല്യ ഇരിപ്പുണ്ട്, സുമിത്രയുണ്ട്. അവരോട് പറയാണ്, ഇത് ഞാൻ ചെയ്ത തെറ്റിൻ്റെ ഫലം തന്നെയാണ്. അപ്പോൾ ചോദിക്കാതെ എന്താ അങ്ങനെ പറയുന്നത്? അപ്പോൾ ഞാൻ നിങ്ങളെയൊക്കെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ചെറുപ്പകാലത്ത് പണ്ട് ഞാൻ നായാട്ടിന് പോയതാണ്. അപ്പോൾ അന്ന് ചെറുപ്പത്തിൻ്റെ ഒരു ഹുങ്ക് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആന വെള്ളം കുടിക്കുന്ന ശബ്ദം കേട്ട് ഞാൻ അമ്പെയ്യാണ് ആ ശബ്ദം കേട്ടെടുക്കുന്നത്. പക്ഷെ അപ്പോൾ അലർച്ച കേൾക്കുന്നു, ഒരു മനുഷ്യൻ്റെ അലർച്ച. ചെന്ന് നോക്കുമ്പോൾ ഒരു കൊച്ചു മുനികുമാരനായിരുന്നു. അപ്പം അയാൾ എൻ്റെ അമ്പ് കൃത്യം നെഞ്ചിലാണ് കൊണ്ടത്. അയാൾ മരിക്കാറായിരിക്കുക. അപ്പോൾ അയാൾ പറയും, എൻ്റെ അച്ഛനും അമ്മയ്ക്കും കണ്ണ് കാണില്ല, അവർക്ക് ഞാൻ അല്ലാതെ വേറെ ആരുമില്ല, അവരെ രക്ഷിക്കണം എന്ന് പറയുകയാണ്. ഇത് പറഞ്ഞ് അദ്ദേഹം മരിക്കുകയും ചെയ്യും, ആ മുനികുമാരൻ. എന്നിട്ട് ഈ വെള്ളം കൊണ്ട് ദശരഥൻ അച്ഛൻ്റെ അമ്മയടുത്തും ചെല്ലുകയാണ്. അപ്പം ഞങ്ങളുടെ പുത്രനാണോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദശരഥൻ പറയാം, അല്ല. അപ്പം എന്ത് പറ്റി ഞങ്ങളുടെ കുഞ്ഞിനെന്ന് ചോദിക്കുമ്പോൾ ദശരഥൻ കാര്യങ്ങൾ പറയുകയാണ്. അപ്പം അവർ പറയാം, അവസാനമായിട്ട് ഞങ്ങൾക്ക് അവനെ ഒന്ന് തൊടണം, ഞങ്ങൾക്ക് അവൻ്റെ കർമ്മങ്ങൾ ചെയ്യണം, ദഹിപ്പിക്കണം, ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ ചെന്ന് ഈ കുഞ്ഞിനെ ദഹിപ്പിക്കുകയാണ്, ഈ മുനികുമാരനെ ദഹിപ്പിച്ചിട്ട് അവർ ദശരഥനെ ശപിക്കുകയാണ്. നീയും മരിക്കുമ്പോൾ നിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ അറിയാണ്ട് കാണാണ്ട് അവരുടെ സാമീപ്യം ഇല്ലാണ്ട് നീ മരിക്കട്ടെ എന്ന് പറഞ്ഞ് ശപിക്കുകയാണ്. എന്നിട്ട് അവർ ഈ അഗ്നിയിലേക്ക് ചാടി ദേഹത്യാഗം ചെയ്യുകയാണ്, മകനെ ഈ ദഹിപ്പിച്ച അഗ്നിയിലേക്ക്. അപ്പോൾ ആ ശാപമാണിതെന്ന് പറയുകയാണ്. എന്നിട്ട് കൗസല്യയും സുമിത്രയും വീണ്ടും സമാധാനിപ്പിക്കും. ദശരഥൻ ഉറങ്ങും, ഇവരും കിടന്നുറങ്ങും. രാവിലെ എണീക്കുമ്പോൾ ഇവർ കാണും ദശരഥൻ മരിച്ചു എന്നുള്ളതാണ്. ഇവർ രണ്ടുപേരും അലറിക്കരയാൻ തുടങ്ങും. എല്ലാവരെയും അറിയിക്കും രാജാവ് മരിച്ചു എന്നുള്ളത്. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ശരീരം എണ്ണത്തോണിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ കൈകേയിക്ക് മനസ്സിലാവുകയാണ്, കൈകേയി കാരണമാണ് അദ്ദേഹം മരിച്ചതെന്നുള്ളതും കൈകേയിക്ക് മനസ്സിലാവുകയാണ്. എന്നിട്ട് വസിഷ്ഠനെത്തി, മറ്റുള്ള മഹർഷിമാരെത്തി, മന്ത്രിമാരെത്തി. അപ്പോൾ അവർ ഭരതനെയും ശത്രുഘ്നെയും വിളിച്ചുകൊണ്ടുവരുന്ന ആളെ വിടുകയാണ്. പറയും, അവരോടൊന്നും പറയണ്ടെന്നും പറയും. എന്നിട്ട് അവരെ വിളിച്ചുകൊണ്ടുവരാൻ ചെല്ലുന്ന ആളുകൾ അവിടെ ചെന്നിട്ട് ഭരതനെയും ശത്രുഘ്നെയും വിളിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഭരതൻ ചോദിക്കുന്നുണ്ട് വരുന്ന വഴിക്ക്, എന്താ എല്ലാവരുടെയും മുഖം വല്ലാണ്ടിരിക്കുന്നത്, എന്താ കാര്യം, അച്ഛൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അമ്മമാർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഏട്ടൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതാണോ ഇത്ര എല്ലാവരും വല്ലാണ്ടിരിക്കുന്നത്, എന്താണെന്ന് ചോദിക്കുകയാണ്. ആരും ഒന്നും മിണ്ടുന്നില്ല. ഇവർ അയോധ്യ എത്തിക്കഴിയുമ്പോൾ അയോധ്യ ആകെ ഒരു മരിച്ച പോലെയായി. ഒരു ഒച്ചയില്ല, ബഹളമില്ല, ആൾക്കാരെ കാണുന്നില്ല, ഒന്നുമില്ല. ഒരു സന്തോഷമില്ലാത്തൊരു നഗരം പോലെ ഇരിക്കുകയാണ്, ഒന്നുമില്ലാത്തൊരു നഗരം പോലെ ഇരിക്കുകയാണ് ആ അയോധ്യ. ഭരതനും ശത്രുഘ്നും വിചാരിക്കുന്നത് എന്താ കാര്യം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അവർ നേരെ കൊട്ടാരത്തിലെത്തി നോക്കുമ്പോൾ അച്ഛനെ കാണുന്നില്ല. അപ്പോൾ വേഗം ഭരതൻ പറയും, അമ്മയടുത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അമ്മയടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ചെല്ലുമ്പോൾ കൈകൈ ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് കൈകൈ പറയുകയാണ്, അച്ഛൻ പോയി, അച്ഛൻ മരിച്ചു എന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ഭരതന് ആകെ സങ്കടം. ഭരതൻ കരയാൻ തുടങ്ങും. നീ ധൈര്യമായിട്ടിരിക്കേണ്ട സമയമാണ്, അടുത്ത യുവരാജാവ് നീയാണ്, നിന്നെ രാജാവാക്കണം എന്നുള്ള വരം ഞാൻ അച്ഛൻ്റെ നിന്ന് വാങ്ങിച്ചു. അതുകൂടാതെ 14 വർഷത്തേക്ക് രാമനെ ഞാൻ വനവാസത്തിന് അയക്കുകയും ചെയ്തു എന്ന് പറയുകയാണ്. കേൾക്കുമ്പോൾ ഭരതന് വല്ലാണ്ട് ദേഷ്യം വരും. വല്ലാണ്ട് അലറി ദേഷ്യപ്പെടാണ്. അമ്മ എന്തിനാണ് അങ്ങനെ ചെയ്തത്? അമ്മയ്ക്ക് എനിക്ക് ഏട്ടനോടുള്ള സ്നേഹം എന്താണെന്ന് അറിയില്ല, അതാണ് അമ്മ ഇത് ചെയ്തത്. ഒരു കാരണവശാലും രാജ്യപദവി ഞാൻ ആഗ്രഹിച്ചിട്ടുകൂടിയില്ല, എനിക്ക് ഒരിക്കലും വേണ്ട രാജ്യപദവി. അമ്മയ്ക്ക് എങ്ങനെ ഇത് ചെയ്യാൻ തോന്നിയെന്ന് ചോദിക്കുകയാണ്. കൈകൈ പറഞ്ഞു, നീ രാജാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഭരതൻ പറയും, ഇല്ല, എനിക്കൊന്നും കേൾക്കണ്ട, എനിക്ക് ഒരിക്കലും രാജാവാവണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുകൂടിയില്ല, ഏട്ടനാണ് ആവേണ്ടത്, എല്ലാ ഗുണങ്ങളും ഉള്ളതും ഏട്ടനാണ്, എല്ലാം തികഞ്ഞ ആൾ ഏട്ടനാണ് ഒരു രാജാവാൻ, ഞാൻ ഒരിക്കലും ഇതിന് അർഹനല്ല, അമ്മയ്ക്ക് എങ്ങനെ ഇത് ചെയ്യാൻ തോന്നിയെന്ന് ചോദിക്കുകയാണ്. ഭരതൻ പറയും, ഇനി മുതൽ ഞാൻ നിങ്ങളെ അമ്മ എന്ന് വിളിക്കില്ല എന്ന് പറയുകയാണ്. എൻ്റെ ഏട്ടനോടും എൻ്റെ കുടുംബത്തിനോട് ഇത് ചെയ്ത് നിങ്ങളെ അമ്മ എന്ന് വിളിക്കാനുള്ള യോഗ്യതയില്ല എന്ന് പറയുകയാണ്. രാമൻ പോയി എന്ന് പറഞ്ഞ് കൈകൈയെടുത്ത് നേരെ ഭരതൻ ഓടിച്ചെല്ലുന്ന കൗസല്യടുത്താണ്. ഓടിച്ചെന്ന് കൗസല്യയുടെ മടിയിലേക്ക് വീഴുകയാണ് ഭരതൻ. അമ്മ എന്നോട് ക്ഷമിക്കണം, എനിക്കൊരിക്കലും ഈ രാജ്യമൊന്നും വേണ്ടിയിരുന്നില്ല, എനിക്ക് എൻ്റെ ഏട്ടനാണ് എല്ലാത്തിലും വലുത്. അപ്പോൾ കൗസല്യ പറയും, എനിക്കറിയാം നിനക്ക് ഒന്നും വേണ്ട എന്നുള്ളത് എനിക്കറിയാം, നീ വിഷമിക്കണ്ടെന്ന് പറയാം. അമ്മയ്ക്ക് വാക്ക് കൊടുക്കുകയാണ്, ഏട്ടനെയും ലക്ഷ്മണനെയും സീതയെ ഞാൻ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞ് വാക്ക് കൊടുക്കുകയാണ്. അമ്മയുടെ മടി കിടന്ന് കരയുകയാണ്. കൗസല്യ സമാധാനിപ്പിക്കുകയാണ് ഭരതനെ.
ഒരു കുഴപ്പമില്ല, ഏട്ടനൊന്നും പറ്റില്ല, പേടിക്കേണ്ടെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഭരതൻ പോവുകയാണ്. അങ്ങനെ അച്ഛനെ ദഹിപ്പിക്കും, കർമ്മങ്ങൾ നടക്കും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്ത ദിവസം കാണാം. അതുവരെ നമസ്കാരം.